സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയുടെ ഫോണിൽ വിളിച്ച SI ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കത്തിക്കഴിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയുടെ അരികിൽ നിന്ന് കിട്ടിയ ബാഗിൽ രാധികയുടെയും വരുണിൻ്റെയും പേരും നമ്പറും ഒക്കെയാണോ ഉള്ളതെന്നും അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തി ആ ബോഡി ഒന്ന് കാണണം, നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണോ ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞ് രാധികയും വരുണിനോടും എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്താൻ പറയുവാണ്. അങ്ങനെ SIയുടെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയുടെ മനസ്സിൽ എന്തോ വല്ലാത്തൊരു ഭയം തോന്നുവാണ് കേട്ടോ. രാധിക ഉടനെ തന്നെ വരുണിനെ വിളിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് വരുണും രാധികയും കൂടി ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് കേട്ടോ. ഈ സമയം പോലീസുകാരെല്ലാവരും അവിടെ ഉണ്ടാകും. അന്നേരം 2 പോലീസുകാർ പ്രിയങ്കയുടെ ബാഗുണ്ടല്ലോ അത് കൊണ്ടുവന്ന് രാധികയുടെയും വരുണിനെയും കാണിച്ചു കൊടുക്കുവാണ്. അങ്ങനെ ബാഗ് തുറന്ന് അതിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് രാധികയെ കാണിക്കുവാണ് കേട്ടോ. ആ ഡ്രസ്സുകൾ കാണുന്നതും അത് പ്രിയങ്കയുടേതാണെന്ന് രാധിക തിരിച്ചറിയുവാണ്. അത് തിരിച്ചറിഞ്ഞ് രാധിക ചങ്ക് പൊട്ടി കരയുവാണ് കേട്ടോ. ഈ സമയം വരുണുമാകെ ടെൻഷനിൽ രാധിക ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് അരികിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. ഈ സമയം SI വന്ന് രാധികയോടും വരുണോടും ബോഡി വന്ന് കാണാൻ പറയുവാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും കൂടി മോർച്ചറിയിലേക്ക് കയറുവാണ്. രാധികയാണെങ്കിൽ പേടിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ച് അത് പ്രിയങ്ക ആവല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. ഈ സമയം രാധികയ്ക്കും വരുണിനും ആ ഒരു ബോഡി കാണിച്ചു കൊടുക്കുവാണ്. അതുകൊണ്ട് രാധികയും വരുണും ആകെ അങ്ങ് ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മോർച്ചറിയുടെ സൈഡിൽ നിന്ന് വരുൺ സൂര്യനെ ഫോണിൽ വിളിച്ച് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ്. ഈ സമയം ചന്ദ്രശേഖരനും അവിടെ എത്തിയിട്ടുണ്ടാവും. ചന്ദ്രശേഖരൻ മറഞ്ഞു നിന്ന് വരുണും സൂര്യയും കൂടി ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. രാധികയാണെങ്കിൽ പ്രിയങ്കയുടെ മരണവാർത്ത അറിഞ്ഞ് ആകെ തകർന്നിരിക്കുവാണ്. ഈ വിവരം താൻ എങ്ങനെ അച്ഛനെ അമ്മയെ അറിയിക്കും, അച്ഛനും അമ്മ അറിഞ്ഞാൽ ഇതെങ്ങനെ സഹിക്കും എന്നൊക്കെയുള്ളവർക്ക് ടെൻഷനിലും പരിഭ്രമത്തിലുണ്ട് രാധിക. വരുണും ആകെ വിഷമത്തിലും സങ്കടത്തിലുമാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് ചന്ദ്രശേഖരൻ. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.